കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യസ് 3:18. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തിരിക്കുന്നവർക്ക് സ്തുതി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. അതിലും നന്നായിട്ട് ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട്. ഇത്ര ഉള്ള മാക്സിമം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. തിരുനാളുകളൊക്കെ പള്ളികളിലൊക്കെ തിരുനാളുകളൊക്കെ കഴിഞ്ഞു അല്ലേ? ഏകദേശം എല്ലായിടത്തൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അത് ഈ ആഴ്ചയോടുകൂടി തീരും. ഞായറാഴ്ചയോടുകൂടി എല്ലാം കഴിയും. തിങ്കളാഴ്ച നൊയമ്പുള്ളവരുണ്ട്. ബുധനാഴ്ച നൊയമ്പ് തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നൊയമ്പിൻ്റെ ആഴ്ചകളാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? എന്നെല്ലാവരും സ്വരത്തിൽ പറഞ്ഞേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പേര് രൂപാന്തരീകരണം എന്നാണ്. എന്താണ് രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ? മാറ്റം സംഭവിക്കുന്നതിനെയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഏതവസ്ഥയുണ്ട്? നമുക്കിപ്പോൾ എന്തുണ്ട്? വിശ്വാസമുണ്ട് ഇല്ലേ? ഈ വിശ്വാസത്തിന് എന്ത് സംഭവിക്കണം? നമ്മളിപ്പോൾ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ ആയിരിക്കുന്നത്. ഈ വിശ്വാസത്തിന് എന്ത് സംഭവിക്കണം? മാറ്റം സംഭവിക്കണം. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ചിരിച്ചു എന്നുള്ളൂ. ചിരിച്ചെന്ന് വിചാരിച്ച് തെറ്റാണെന്നുണ്ടോ? വിശ്വാസത്തിന് മാറ്റം സംഭവിക്കണം. എന്താണ് വിശ്വാസത്തിൻ്റെ വരേണ്ട മാറ്റം? ഇപ്പോൾ ഉള്ള ഈ ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് മാറ്റം സംഭവിക്കണം. ഇപ്പോൾ ഉള്ള ലെവൽ ഏത് ലെവലാണ്? അവനൊക്കെ ഇപ്പോൾ ഒരു ലെവലിലാണ് എന്ന് പറയും. അവൻ ലെവലായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമുക്ക് ഇപ്പോൾ ഒരു ലെവലുണ്ട്. നമ്മുടെ കയ്യിലുള്ളൊരു ലെവലുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസം ഒരുപോലെയാണോ? അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ECG എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അതുപോലെ. അപ്പോൾ പല ലെവലാണ്. ഈ ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് നമ്മുടെ വിശ്വാസം എത്തണം? ഈശോയുടെ ലെവലിലേക്ക് നമ്മുടെ വിശ്വാസം എത്തണം.
അതിനെയാണ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിശ്വാസം വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് വിശ്വാസം വഴിയാണ്? ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. പക്ഷേ ഒരുവനെ രക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുക, ഒരുവനെ രക്ഷിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ രക്ഷിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും ഈശോയിൽ വിശ്വാസമുണ്ട്. ഈശോയാണ് ഏക രക്ഷകനെന്ന് വിശ്വാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഈശോയിലാണ് രക്ഷ, ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതം മുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ചൂടത്തിരിക്കുന്നത്, ഈ പ്രതിസന്ധികളിലൊക്കെ ഞെങ്ങി ഞെരുങ്ങി അമർന്നൊക്കെ ഇരിക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോലും അനങ്ങാതെ ആയിരിക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഈശോയാണ് ദൈവമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. നേരത്തെ സാക്ഷ്യം പറഞ്ഞ സഹോദരി, വിലങ്ങാട് എന്നുള്ള സഹോദരി ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹോദരി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ഈശോയാണ് എൻ്റെ സർവസ്വമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. പയ്യന്നൂരിൽ സഹോദരി ക്യാൻസറുള്ള സമയത്ത് സഹോദരിയും ഭർത്താവും ഒക്കെ ഇവിടെ വന്നത്. ഭർത്താവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. 4th സ്റ്റേജ് ലങ്സിന് 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ ചേട്ടൻ, ലിവറിന് 4th സ്റ്റേജ് അല്ല. കാണേണ്ടവരൊക്കെ ഒന്ന് കണ്ടോ? ഇനി ഹാലയിൽ ഇരിക്കുക കേട്ടോ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇനി ആശുപത്രിയിലേക്ക് വരണ്ട, വീട്ടിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ ചേട്ടൻ പയ്യന്നൂർ വീട്ടിൽ കിടക്കാതെ ആവിലേക്ക്, ഈ ഒരു കാരാപറമ്പെന്ന് പറയുന്ന ആരും കേട്ടിട്ടില്ലാത്തൊരു കുഗ്രാമത്തിലേക്ക്, അല്ലേ കേട്ടിട്ടുണ്ടല്ലേ? ഈ ഗ്രാമത്തിലേക്ക് ഓടിയെത്തിയത് പ്രിയപ്പെട്ടവരെ ഈ ഈശോയിലുള്ള വിശ്വാസത്താലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയിലുള്ള വിശ്വാസത്തെക്കാൾ അധികം, ശ്രദ്ധിക്കുക, ഈശോയുടെ വിശ്വാസം വഴിയാണ്. അതായത് ഈശോയ്ക്ക് എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നുവോ പിതാവായ ദൈവത്തിൽ, അത്രമാത്രം വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ സൗഖ്യം എന്നല്ല അർത്ഥം. ഹീലിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു സാൽവേഷൻ. രോഗം മാറി രക്ഷപ്പെട്ടു എന്ന് പറയണ്ട, രോഗം മാറി സൗഖ്യമായി എന്ന് പറഞ്ഞാൽ മതി. സക്സസ് ഈസ് നോട്ട് ഈക്വൽ ടു സാൽവേഷൻ. പരീക്ഷയിൽ ജയിച്ചു, OET ജയിച്ചു, പ്രോമെട്രി ജയിച്ചു, MOH ജയിച്ചു, ഡിഗ്രി ജയിച്ചു, അത് ജയിച്ചു, ഇത് ജയിച്ചു, ഒക്കെ പരീക്ഷയിൽ ജയിച്ചു, എനിക്ക് വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ മതി. പരീക്ഷയിൽ ജയിച്ചു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണ്ട. ബിക്കോസ് സക്സസ് ഈസ് നോട്ട് ഈക്വൽ ടു സാൽവേഷൻ. വസ്തു ഇടപാട് നടന്നു, കടം വീട്ടി, എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, പ്രോസ്പിരിറ്റി ഉണ്ടായി. ബട്ട് റിമെമ്പർ, പ്രോസ്പിരിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു സാൽവേഷൻ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് രക്ഷ എന്നർത്ഥമില്ല. സമൃദ്ധി ഉണ്ടായി, സാമ്പത്തിക വളർച്ചയുണ്ടായി, പണം കിട്ടി, സമൃദ്ധി ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി, കടം വീട്ടി എന്ന് പറഞ്ഞാൽ മതി, വീട് പണി നടന്നു എന്ന് പറഞ്ഞാൽ മതി, രക്ഷപ്പെട്ടു എന്ന് പറയണ്ട. വിസ കിട്ടി എന്നത് കാനഡയിൽ പോകാൻ പറ്റി എന്നുള്ള, UK പോകാൻ പറ്റി, രക്ഷപ്പെട്ടു എന്ന് പറയണ്ട, ഒരു വിസ കിട്ടി എന്ന് പറഞ്ഞാൽ മതി. കല്യാണം നടന്നു എന്നത് ഈസ് നോട്ട് ഈക്വൽ ടു സാൽവേഷൻ.
കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞത് അത് രക്ഷയായി എന്നർത്ഥമില്ലെന്ന്. അപ്പോൾ എന്താണ് രക്ഷ? രക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ പരമമായ അർത്ഥത്തിൽ, സാൽവേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിൽ നീ ദൈവവുമായി ലയിച്ചു ചേരുന്നു എന്നതാണ്. എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവനിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് സാൽവേഷൻ. എന്താണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക. അങ്ങനെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് രക്ഷ. അപ്പോൾ നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നിനക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസമുണ്ടാകണം. നീ വിശ്വാസം കൊണ്ട് ഈശോയുടെ ആ ലെവലിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുന്നതിനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവർ. എടുക്കാം നമുക്ക് 1 യോഹന്നാൻ 2:6. 1 യോഹന്നാൻ 2:6 അതിനോടത്ത് വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ, വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നീ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായാലും ഏത് ലോകത്തിലായാലും നീ ചെയ്യേണ്ടത് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ നടന്നുകൊള്ളാം എന്ന ഉടമ്പടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒന്നാമത്തെ ഉടമ്പടി. ഞാൻ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈശോയുടെ വിശ്വാസമുണ്ടാകും? നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. നമ്മളതിനെക്കുറിച്ച് ഒത്തിരി ധ്യാനിച്ചിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് ഈശോയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ വിശ്വാസത്തെയാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രത്യാശ കൊണ്ട് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് എത്രമാത്രം പ്രത്യാശ പിതാവിലുണ്ടായിരുന്നു. നമുക്ക് പ്രത്യാശയുണ്ട്, ഇല്ലേ? നമുക്ക് പ്രത്യാശയുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യാശയുടെ ലെവൽ ഏതാണ്? ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി, എൻ്റെ പ്രത്യാശയെല്ലാം നശിച്ചു, എൻ്റെ ഭർത്താവ് ഇതുവരെ നന്നായിട്ടില്ല, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല. 36 കൊല്ലം ഞാൻ കാത്തിരുന്നു, ഇപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെയായി. ഞാൻ വേറെ വീട് വാടകക്കെടുത്ത് മക്കളെയുമായിട്ട് മാറുകയാണ്. പ്രായപൂർത്തിയായ മക്കളാണ്, ഇനിയൊരു പ്രത്യാശയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രത്യാശ എന്ന് പറയുന്നത് കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നവന്റെ പ്രത്യാശ. കുരിശിൽ തറക്കപ്പെട്ടിരിക്കുന്നു, ഇനി എത്ര നിമിഷം ബാക്കിയുണ്ടെന്നറിയില്ല. ആ കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുമ്പോഴും ഒരു പ്രത്യാശയുടെ പ്രാർത്ഥന അവൻ ചൊല്ലുകയാണ്. പിതാവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അർപ്പിക്കുന്നു. ഞാൻ മരിച്ചാലും ഞാൻ നിന്റെ കരങ്ങളിലാണെന്ന ബോധ്യവും പ്രത്യാശയുമുള്ള ഈശോയുടെ പ്രത്യാശയിലേക്ക് നമുക്കിന്നുള്ള പ്രത്യാശയിൽ നിന്ന് വളരണം. ഒരു സഹോദരി പറഞ്ഞു, 33 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യം നടന്നിട്ടില്ല.
അപ്പം അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട സഹോദരി, 300 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കാത്തവരപ്പുറത്തിരിക്കുന്നുണ്ട്. അതുണ്ടോ? എന്നാ കുഴപ്പമില്ല അല്ലേ? നമുക്ക് 20 മാർക്ക് കിട്ടിയതിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15 കിട്ടിയവരപ്പുറത്തുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേര് പരീക്ഷയിൽ 5 എണ്ണത്തിന് 10 എണ്ണം ഉള്ളതിൽ 5 എണ്ണത്തിന് തോറ്റു. പാവം പറയാണ്, എൻ്റെ കൂട്ടുകാരൻ 7 എണ്ണത്തിന് തോറ്റു. സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചപ്പോൾ പോലും, പിതാവേ നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ പ്രത്യാശയുടെ ലെവലിലേക്ക് ഉയരുന്നതിനെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. അവർക്ക് വിളിക്കാം ഈശോയേ. നമുക്ക് സ്നേഹത്തിന്, നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരു ലെവലുണ്ട് ഇല്ലേ? നമ്മുടെ ക്ഷമയ്ക്ക് ഭയങ്കര ലെവലുണ്ട്, നമ്മുടെ സ്നേഹത്തിന് ഒരു ലെവലുണ്ട്. അങ്ങനെ പോവുള്ളൂ. ഇതിൻ്റെ അപ്പുറം വിട്ടുള്ള കളി ഇല്ല. നമ്മുടെ സ്നേഹത്തിന് ലെവലുണ്ട്. എന്ത് നീ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്ന് പറയുന്ന സ്നേഹമുണ്ടല്ലോ, അതേത് ലെവലാണ്? അതേത് ഗതിയിലുള്ള സ്നേഹമാണ്? നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ, എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ, കാമുകൻ കാമുകിയോട് പറയണം നീ എന്നെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ മരിച്ചു കളയും എന്ന് പറയുന്ന ഒരു ഗതിയുണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ ഒരു പോക്കില്ലേ? അതേത് ഗതിയിലുള്ള സ്നേഹമാണ്? അത് ഇല്ലേ, നല്ലൊരു ലെവലിലുള്ള സ്നേഹമാണ്. നീ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത്, അത് അധോഗതിയിലുള്ള സ്നേഹം. നല്ലൊരു ഗതിയാണ്. ഏതാണ് ആ ഗതി? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കുത്തിക്കൊല്ലും എന്ന് പറയുന്നവര് പോലും ഉണ്ട്. 2 പേര് തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവര് തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ ഇവർ പണ്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് നടത്തിയ ചില വാട്സപ്പ് കോളുകളുടെ അല്ലെങ്കിൽ ചില ഫോട്ടോസിൻ്റെ, എടുത്ത അധികം ഭംഗിയില്ലാത്ത ചില മ്ലേച്ഛമായ ഫോട്ടോകൾ വാട്സപ്പിലിട്ട സ്നേഹം, നിന്നെ ഞാൻ നാറ്റിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന സ്നേഹം, നിന്നെ ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞ്, എന്നോട് ബ്രേക്കപ്പ് ആയാൽ ഞാൻ നിന്നോട് തീർത്തിരിക്കുമെന്ന് പറയുന്ന സ്നേഹം. ഭാര്യ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഈ ഭർത്താവ് ചില ദാമ്പത്യ അവിശ്വസ്തതകളിൽ പെട്ടുപോയപ്പോൾ, അയാൾ വിദേശത്താണ്, അവൾ നാട്ടിലാണ്. അയാൾക്ക് വിദേശത്ത് മറ്റൊരു പ്രണയത്തിലായി കഴിഞ്ഞപ്പോൾ ഇയാളിപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ അവളെ ഉപേക്ഷിച്ചു, അവൾ മോശമാണ്. ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, ഉപേക്ഷിക്കാതെ തന്നെ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരോട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവളെ ഉപേക്ഷിച്ചു, അവൾ മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ദുരവസ്ഥയുണ്ട്. ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, നിനക്ക് ഇപ്പം പിരിഞ്ഞ് താമസിക്കുകയാണ്, നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം, എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്, എൻ്റെ വീട്ടിൽ വന്നാൽ നീ ഒരു ഭാര്യ എന്ന രീതിയിൽ നിന്നെ ഞാൻ കണക്കാക്കുകയില്ല, ഒരു മരുമകൾ എന്ന രീതിയിൽ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്നോളണം, അങ്ങനെയാണെങ്കിൽ വന്നാൽ മതി. എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ലെവല്, അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ, മനുഷ്യൻ്റെ ഉദാഹരണങ്ങൾ മുഴുവനൊന്നും പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളല്ലല്ലോ. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു വിവിധങ്ങളായ ലെവലുകളിൽ കഴിയുന്ന മനുഷ്യൻ ഈ രക്ഷ പ്രാപിക്കണമെങ്കിൽ, ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയാണ്, നിനക്ക് ഇഷ്ടം തോന്നുമ്പോൾ കുടുംബജീവിതം, ദാമ്പത്യ ധർമ്മം നിർവഹിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്ത് വരികയോ എന്നോട് കെട്ടിപ്പിടിക്കുകയൊന്നും വേണ്ട. എനിക്ക് തോന്നുമ്പോൾ
ഞാൻ വരും, അത് മതി. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചാൽ മതി. പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു കുടുംബത്തിലെ ഒരു കഥയാണ് അച്ഛൻ നിങ്ങളോട് പറയാം. നിന്റെ ഇഷ്ടത്തിനല്ല ഞാനിവിടെ നിൽക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിനാണെന്ന്. അപരന്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സ്നേഹത്തെ നിങ്ങൾ എന്ത് വിളിക്കും? ഞാൻ ഈ കുടുംബത്തിൽ കുടുംബനാഥനായി നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണെന്ന്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹത്തിൻ്റെ മാനുഷിക തലമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മൃഗത്തിൻ്റെ തലമാണ്. ആ ലെവലിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? ആ ലെവലിലായിരിക്കുന്ന പല അർത്ഥങ്ങളിൽ, പല തലങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും ഒക്കെയുള്ള ഈ ലെവലിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ കൊടുക്കുന്ന, ജീവൻ എടുക്കല്ല, ജീവൻ കൊടുക്കുന്ന സ്നേഹിതന് വേണ്ടി അവസാന തുള്ളി രക്തം പോലും ചിന്തുന്ന സ്നേഹത്തിലേക്ക് വളർന്ന് എനിക്കുള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് ഞാൻ എൻ്റെ സ്നേഹത്തെ എത്തിച്ചിരിക്കുന്നു, ഈശോ എന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന ലെവലിനെ വിളിക്കുന്ന പേരാണ് രക്ഷ. അവർക്ക് വിളിക്കാം ഈശോയേ. അപ്പോൾ ഇപ്പോഴുള്ള ഈ ലെവലിൽ നിന്ന് എത്രമാത്രം നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം നമ്മൾ ഇനിയും ഓടേണ്ടിയിരിക്കുന്നു, എത്ര കാതം ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു, എത്ര മലകൾ ഇനിയും കയറേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ എത്ര മല, വിശ്വാസത്തിൻ്റെ എത്ര കടല് താണ്ടേണ്ടിയിരിക്കുന്നു, പ്രത്യാശയുടെ എത്ര കാട് കടക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വിളിക്കാം ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ ഈശോ എപ്രകാരമായിരുന്നു എന്നതിൻ്റെ ഓരോ തലങ്ങളിലും അവൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ പ്രത്യാശയിൽ, അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ എങ്ങനെയായിരുന്നു എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട്, വെറുതെ തൊടുവിച്ചല്ല, ഓരോ കാര്യത്തിലും. അതുകൊണ്ടാണ് ഓരോ ടോപ്പിക്കിലും നമ്മൾ ഒത്തിരിയേറെ സമയമെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോ എങ്ങനെയായിരുന്നു, ആ ബന്ധത്തിൻ്റെ 10 തലങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒടുവിൽ നമ്മൾ പറഞ്ഞു ഈശോയെ പിതാവ് അംഗീകരിച്ചു, പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട പുത്രനായിരുന്നു ഈശോ. അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു എപ്രകാരം പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട ഒരു മകനായി, ഒരു മകളായി എനിക്കും നിനക്കും എങ്ങനെ മാറാമെന്നതിൻ്റെ ഒടുവിലായി നമ്മൾ പറഞ്ഞു സാമ്പത്തിക മേഖലകളിലുള്ള ഒരു വിശ്വസ്തതയെക്കുറിച്ച്. എപ്രകാരമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമ്പത്തിനോടുള്ള ഈശോയുടെ മനോഭാവം എന്തായിരുന്നു, നമ്മുടെ മനോഭാവം എന്താണ്? എനിക്ക് ഈശോയെ പോലെ ആകുന്നതാണ് എൻ്റെ രക്ഷ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ് ഈശോയെ പോലെ ആകുന്നത് ആണ് എൻ്റെ രക്ഷ. ഈശോയെ പോലെ ആകുമ്പോഴാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഈശോയെ പോലെ ആയില്ലെങ്കിൽ നാം ആരാണ്? രക്ഷ പ്രാപിച്ചിട്ടില്ലാത്തവരാണ്. ഈശോയെ പോലെ ആകുന്നത് വരെ നമ്മൾ ആരാണ്? രക്ഷ പ്രാപിച്ചിട്ടില്ലാത്തവരാണ്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ, ഈശോയെ പോലെ ആകുന്നത് വരെ ഞാൻ രക്ഷ പ്രാപിച്ചിട്ടില്ല.
സന്തോഷമായില്ലേ? അല്ലേ? മറ്റേയാളല്ലേ രക്ഷ പ്രാപിക്കാത്ത? ഇനി ഒന്ന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ, ഈശോയെ പോലെ ആകുന്നത് വരെ നീയും രക്ഷ പ്രാപിച്ചിട്ടില്ല. അപ്പൊ കണക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആർക്കും ഇല്ലല്ലോ, എല്ലാവരും തോറ്റു, ആരും ജയിച്ചില്ല. കുറി ആർക്കും കിട്ടിയിട്ടില്ല, അത് മതി. എനിക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, ആർക്കും കൊടുക്കാതിരുന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പണത്തോടുള്ള മനോഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണത്തോടുള്ള നമ്മുടെ 10 മനോഭാവങ്ങൾ, അത് രൂപാന്തരം പ്രാപിക്കണം. ഒന്നാമത്തെ നമ്മുടെ മനോഭാവം എന്താണ്? എനിക്കുള്ളത് എൻ്റേത് എന്നൊരു മനോഭാവമാണ് നമ്മുടേത്. ഓണർഷിപ്പ്. വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റേതാണ്, നിനക്കതിലൊരു അവകാശവുമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം. എനിക്ക് 10 ഏക്കർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 സെന്റ് നീ ചോദിക്കണ്ട, അതെൻ്റെയാണ്. ഈ സ്ഥലം എൻ്റേതാണ്, നീ ഇതിലൂടെ വഴി ചോദിച്ചു വരണ്ട. ഈ സ്ഥലം എൻ്റേതാണ്, ഇതിലൂടെ നടവഴി പോലും ഞാൻ നിനക്ക് തരില്ല. നിനക്ക് വഴി വേണമെങ്കിൽ അപ്പുറത്തേക്കൂടി പുറകു തിരിഞ്ഞ് ചുറ്റി വളഞ്ഞു വന്നോ. എൻ്റെ പറമ്പിലൂടെ നീ റബ്ബർ വെട്ടി പാല് കൊണ്ടുപോകണ്ട, ചുറ്റി വളഞ്ഞു പോയാൽ മതി. എനിക്കുള്ളത് എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇപ്പം തന്നെ വെള്ളമില്ല, ഇനി വെള്ളം എടുക്കാൻ വരണ്ട. വീട്ടിലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കാത്ത ആളുകൾ നാട്ടിലുണ്ടെന്ന്. തങ്ങൾക്ക് അവകാശമായിട്ടുള്ള ഒരു വഴിയിലൂടെ വേറെ ആരെയും നടത്താത്തവരുണ്ടെന്ന്. പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും സ്വന്തം കാറിൽ 2 പേരുള്ളൂ, ഒരു പ്രായമുള്ളൊരു സഹോദരി കഷ്ടപ്പെട്ട് നടന്നു പോവുകയാണെങ്കിൽ ഈ കാറ് ഞങ്ങളുടേതാണ്, ആ വല്യമ്മക്ക് കയറാനുള്ളതല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെന്ന്. എനിക്കുള്ളത് എൻ്റേത്, എൻ്റേത് മാത്രം എന്ന് പറയുന്ന ചില മനോഭാവങ്ങളുണ്ട്. എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഞാൻ ഹോട്ടലിൽ പോവും, ഭക്ഷണം കഴിക്കും, ആഘോഷം നടത്തും, അത് നിനക്ക് തരാനുള്ളതല്ല. ഈ മനോഭാവത്തിന് എനിക്കുള്ളത് എൻ്റേത് എന്ന് പറയുന്ന, ഇത് എൻ്റേതാണെന്നുള്ള ചിന്ത ഫസ്റ്റ്. മറ്റേത് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം. 10 മനോഭാവങ്ങളിൽ ഒന്ന് ഇതെല്ലാം എൻ്റേതാണെന്ന് പറയുന്ന മൈൻ എന്ന് പറയുന്ന ചിന്തയ്ക്ക് രൂപാന്തരീകരണം സംഭവിക്കണം. എന്താണ് വചനം പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മളത് വായിച്ചതാണ്. സങ്കീർത്തനം 24-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ താമസിക്കുന്ന വീട് ആരുടെയാണ്? ഈ പള്ളി ആരുടേതാണ്? നിങ്ങളുടെ ജീവിത പങ്കാളി ആരുടേതാണ്? മക്കൾ ആരുടേതാണ്? അത് മനസ്സിൽ വെച്ചോക്കണം. എൻ്റെ കൊച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് ഞാൻ പള്ളിയിലൊന്നും വിടില്ല, എൻ്റെ കൊച്ചിന് ഞാൻ അച്ഛനാവാനൊന്നും വിടില്ല, എൻ്റെ കൊച്ചിന് ഞാൻ കന്യാസ്ത്രീയാവും. നിൻ്റെ കൊച്ചാണോ? കർത്താവിൻ്റേതാണെന്ന് പറയാൻ പഠിക്കണം. കർത്താവിൻ്റേതാണ്. ഉദരത്തിലുള്ള കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മൾ ഓരോ ആഴ്ചയും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൊച്ചിൻ്റെ കഴുത്തിൽ 2-3 പൊക്കിൾ കൂടി അങ്ങോട്ട് ചുറ്റി. നിൻ്റെ കൊച്ചല്ലേ, ചുറ്റി കിടക്കട്ടെ. അയ്യോ എൻ്റെ അല്ല, ഇത് കർത്താവിൻ്റെയാണെന്ന് പറഞ്ഞപ്പോൾ പൊക്കിൾ കൂടി കഴിഞ്ഞു. എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞപ്പോൾ കൊച്ച് തലയിരിഞ്ഞ് കിടക്കുമായിരുന്നു. കർത്താവിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ലേ സാക്ഷ്യങ്ങൾ? അത്രേ ഉള്ളൂ. എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കിഡ്നിക്ക് നീർക്കെട്ട്, കൊച്ചിന് വയറ്റിൽ, തലയിൽ
ഫ്ലൂയിഡ് കൂടുതൽ കുറവ്, മറ്റേത് മറിച്ചത്. കർത്താവിൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞപ്പോൾ നേർക്കെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. നിയമാവർത്തനം എഴുതി വയ്ക്കുന്നവർ എഴുതി വെച്ചോളൂ. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 14 മുതൽ. ആകാശവും ആകാശങ്ങളുടെ ആകാശവും, ആകാശം മാത്രമല്ല, ആകാശങ്ങളുടെ ആകാശവും, ഹെവൻസ് ഓഫ് ദ ഹെവൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയിലും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. നിന്റെ കയ്യിലിരിക്കുന്നത് നിന്റെ അല്ല, കർത്താവിൻ്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കർത്താവിൻ്റെ മാല. ഹല്ലേലൂയ. ചിലരിപ്പോൾ തന്നെ നോക്കി, ഉണ്ട്, ഇനി പറഞ്ഞു വച്ച. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്ന് നിങ്ങളായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ ഹൃദയം തുറക്കുവിൻ. ഇനിമേൽ ദുശാഠ്യക്കാരായിരിക്കരുത്. ഇതെല്ലാം എൻ്റെയാണെന്ന് പറയുന്ന ദുശാഠ്യക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. ഇതെല്ലാം കർത്താവിൻ്റെതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം, ഈശോയേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആവിലയിലെ 2ാമത്തെ ഉടമ്പടിയുള്ളത്. എൻ്റെ സർവ്വ കഴിവുകളോടും കൂടെ എനിക്ക് സമയമുണ്ട്, അതെൻ്റെ അല്ല, കർത്താവിൻ്റേതാണ്. കർത്താവിൻ്റേതായത് ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. എനിക്ക് സമ്പത്തുണ്ട്, പണമുണ്ട്, അത് ഞാൻ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് തോന്നിയതുപോലെ നടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ആരോഗ്യം ഉപയോഗിക്കുന്നത്. എൻ്റെ ആരോഗ്യം ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. എനിക്കറിവുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, ഞാനത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം. ഫറവോ കോണ്ടസ്റ്റ് ഇതാണ്. ഫറവോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇതെല്ലാം ഈ ആളുകൾ, ഈ അടിമകൾ എൻ്റെയാണ്, ഈ വീട്ടിലെ പണിക്കാർ എൻ്റെ പണിക്കാരാണ്, ഈ നാട് എൻ്റെതാണെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന ഫറവോയുടെ മുൻപിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒരത്ഭുതം ഇതാണ്. ഇത് കൽമഴ പെയ്യുന്നു, മിന്നൽ പിണരുകൾ വരുന്നു. ഫറവോ വിളിച്ചിട്ട് മോശയുടെ അഹറോൻ്റെയും കാല് പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടായിമാരെ ഒന്ന് പ്രാർത്ഥിക്ക്, ഇത് ഒന്ന് എങ്ങനെയെങ്കിലും ഈ മിന്നൽ പിണരുകളും കൽമഴയും പിൻവലിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ പറയുന്ന ഡയലോഗാണ് പുറപ്പാട് 9:29. മോശ അവനോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും മഴ നിലയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും. നീ ചിന്തിക്കണ്ട, ഈ ഈജിപ്ത് ദേശം, ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള തൊഴിലാളികൾ, ഇവിടെയുള്ള പട്ടിണിപ്പാവങ്ങൾ, ഇവിടെ നിനക്ക് അടിമവേല ചെയ്യുന്നവർ നിന്റേതാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട പൊട്ട എന്നാണ് മോശ ഫറവോയോട് പറയുന്നത്. ഈ മിന്നൽ പിണരുകളുടെ മേലും ഇവിടെയുള്ള കൽമഴയുടെ മേലും ഒക്കെ അത് അയക്കാനും അത് നിർത്താനും അധികാരമുള്ളവൻ. നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനി ആശുപത്രിയിലേക്ക് വരണ്ട, പാലിയേറ്റീവ് കാണിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള അവകാശം ഡോക്ടർക്കല്ല. നീ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കണ്ട എന്ന്, നീ ഇനി സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതണ്ട എന്ന് പറയാൻ ഒരു മനുഷ്യനും അധികാരമില്ല. ഉണ്ടോ? ഇല്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇത് ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്. വലതുകരം ഉയർത്തി വീശിയിട്ടെന്ന് പറഞ്ഞ്, ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്, ലോകം മുഴുവൻ കർത്താവിൻ്റെതാണ്.
ഹല്ലേലൂയ. നീ നിനക്ക് വേണ്ടി എത്ര ചെങ്കോല് സ്ഥാപിച്ചാലും, നീ നിനക്ക് വേണ്ടി എത്ര കൊട്ടാരം പണിതാലും, നീ നിനക്ക് വേണ്ടി എത്ര കിരീടം വെച്ചാലും ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്. അതിൽ മാറ്റമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൻ്റെ ദാസരെ, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും ഭയപ്പെടണ്ട. ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ചരിത്രം വഴുതിപ്പോകുകയില്ല. നിന്റെ ജീവൻ നിന്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് വഴുതിപ്പോവുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. നീ വലിച്ചിഴക്കപ്പെട്ടേക്കാം, ന്യായാസനങ്ങളുടെ മുൻപിൽ നിർത്തപ്പെട്ടേക്കാം, അവർ നിങ്ങളെ കൊന്നുകളഞ്ഞേക്കാം, നിന്റെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. രക്ഷ പ്രാപിക്കുമെന്ന്. എവിടെ രക്ഷ പ്രാപിക്കും? കൊന്നുകളഞ്ഞവന്, മരണപ്പെട്ടവന് ഇനി എന്തുണ്ട് ബാക്കി? ദൈവം പറയും, മരണത്തോടുകൂടെ തീരുന്നതല്ല നിന്റെ രക്ഷ. കുരിശിൽ കിടക്കുന്നവൻ, ദിവ്യകാരുണ്യമായവൻ പറയുന്നത്, മരണത്തോടെ, കുഴിമാടത്തോടെ നിന്റെ ജീവന്റെ രക്ഷ അവസാനിക്കുന്നില്ല, ഒരു കുഴിമാടത്തിൽ നിന്നത് തുടങ്ങുകയാണെന്ന്. നിന്റെ ജീവന്റെ അവസാന വാക്ക് കുഴിമാടമെന്നല്ല, നിന്റെ ജീവന്റെ അവസാനമില്ലാത്ത വാക്ക് നിത്യതയെന്നാണ്, ദൈവമെന്നാണ്. നീ ലയിച്ചു ചേരുന്നത് ദൈവത്തിലാണ്. ഇതാ തിരികെട്ടുപോയപ്പോൾ ആ തീനാളം എവിടെ പോയി? തിരികെട്ടുപോയപ്പോ തീനാളവും അത് പരത്തിയിരുന്ന പ്രകാശവും എവിടെ പോയി? അത് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് പോയെന്നാണ് ഉത്തരം. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ഈ ഭൂമിയിലുള്ള വസ്തുവിനോട്, അധികാരത്തോട്, സമ്പത്തിനോട്, നിനക്കുള്ള എല്ലാറ്റിനോടും നിനക്കുണ്ടാകേണ്ട മനോഭാവം ഇത് എൻ്റേതല്ല എന്ന മനോഭാവമാണ്. നിന്റെ ശരീരം നിൻ്റേതല്ല എന്ന മനോഭാവമാണ്. ഇതെല്ലാം എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരം നിൻ്റേത്, നിന്റെ ആഭരണം നിൻ്റേത്. വചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, 1 കൊരിന്ത്യർ 6:20, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ അടിമയും യേശുക്രിസ്തുവിൻ്റെ അടിമയും അപ്പോസ്തലനുമാകാൻ വിളിക്കപ്പെട്ടവനെന്ന്. ഞാനിനി എൻ്റെ സ്വന്തമല്ല, ഞാൻ ഒരു അടിമയാണെന്ന്. ഞാൻ ആരാണ്? ആരുടെ? ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒന്നാമത്തെ മനോഭാവം. രണ്ടാമത്തെ, അപ്പോൾ നമുക്ക് ഈ മനോഭാവത്തിന് മാറ്റം വരണം, രൂപാന്തരീകരണം സംഭവിക്കണം. ഈശോ പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ അല്ല, നിൻ്റെയാണ്. രണ്ടാമത്തെ മനോഭാവം പണത്തോടുള്ള മനോഭാവമാണ്. പണം ശക്തിയാണ് എന്ന് പറയുന്നൊരു മനോഭാവമുണ്ട്. മണി ഈസ് പവർ എന്ന് പറയുന്ന മനോഭാവത്തിന് മാറ്റം വന്നിട്ട് നമ്മൾ പറയണം, നിയമാവർത്തനം 8:17 മുതൽ 17ഉം 18ഉം തിരുവചനങ്ങൾ. നിയമാവർത്തനം, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. ദൈവമാണ് നിന്റെ ശക്തി. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ തിരുവചനം ശ്രദ്ധിച്ചു കേൾക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ എഴുതി വെച്ചോ. ഈ ചെങ്കടല് കടത്തി ഈ ജനത്തെ മറുകരയെത്തിച്ചത് ഏത് പവറാണ്? മണി പവറാണോ? സൈന്യബലമാണോ? ബന്ധുബലമാണോ? നിന്റെ ബുദ്ധിയുടെ ബലമാണോ? അല്ലേ, അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് പവർ ഉള്ളത്. മണി പവർ, അല്ലേ,
പണത്തിൻ്റെ ബലം, ബന്ധുബലം, പിന്നെന്ത് ബലമാണുള്ളത്? അധികാരം ഒരു ബലമാണ്. നിന്റെ കയ്യിലുള്ള അധികാരമാണോ ഇസ്രായേൽക്കാരെ ചെങ്കടൽ കടത്തി അപ്പുറത്ത് കൊണ്ടുപോയത്? ഏത് ബലമാണെന്ന് പറയണം. ഇതെല്ലാ ബലവും ഉണ്ടായിരുന്ന ഫറവോയുടെ സൈന്യം ചെങ്കടലിൽ മുങ്ങിത്താഴുമ്പോൾ അക്കരെ കടന്ന് പാട്ടുപാടുന്നത്, തപ്പുകൊട്ടി പാട്ടുപാടുന്നത് ഒരു ബലവുമില്ലാതിരുന്ന അടിമക്കൂട്ടമാണ്. അടിമക്കൂട്ടം അപ്പുറത്ത് തപ്പുകൊട്ടി പാട്ടുപാടുന്നു, ഇപ്പുറത്ത് സൈന്യം വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ മുങ്ങിച്ചാവുന്നു. അപ്പോ പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 2 മുതൽ അവര് പാട്ടുപാടി, കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. പൈസ ഉള്ളവരല്ല രക്ഷപ്പെട്ടതെന്ന്, അധികാരമുള്ളവരല്ല രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. എൻ്റെ ബലം എൻ്റെ കർത്താവാണ്. അവിടെ നിന്നാണ് എൻ്റെ ദൈവം. ഞാൻ അവിടത്തെ സ്തുതിക്കും. അവിടെ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം. ഞാൻ അവിടത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു. ഗോലിയാത്തിന്റെ ബലത്തിലല്ല ജനത രക്ഷപ്പെട്ടത്. കർത്താവിൻ്റെ നാമത്തിൽ വന്നവരാണ് രക്ഷപ്പെട്ടത്. കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടെ നിന്ന് കടലിലാഴ്ത്തി. അവൻ്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധതയിലേക്ക് കല്ലെന്നത് പോലെ അവർ താണു. കർത്താവെ, അങ്ങയുടെ വലതു കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലതു കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊരു ബോധ്യമുണ്ടാകണം. ഞങ്ങൾ പരീക്ഷ ജയിക്കുന്നത് ഞങ്ങൾ കുറേ പഠിച്ചു, കുറേ ട്യൂഷന് പോയി, കുറേ ഓൺലൈനിൽ വായിച്ചു, ഉറക്കമൊഴിച്ചിരുന്ന് വായിച്ചു, കാല് വെള്ളത്തിൽ വെച്ചിരുന്ന് വായിച്ചു, അവരോട് ചോദിച്ച് പഠിച്ചു, ഇവരോട് ചോദിച്ച് പഠിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധി മുഴുവൻ നിറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വിജയം ലഭിക്കുന്നതെന്ന് ചിന്തിക്കരുത് കുഞ്ഞുങ്ങളെ. കഴിഞ്ഞ പരീക്ഷയിൽ ഞാനായിരുന്നു സ്കൂളിൽ ടോപ്പർ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കരുതേ. ഒരു കുഞ്ഞിനെ കുറിച്ച് അമ്മ പറഞ്ഞു, അച്ഛാ ഇവള് പ്രാർത്ഥന എത്തിക്കുന്ന സമയം. അവൻ പറഞ്ഞു, പരീക്ഷ അവരായി, പ്രാർത്ഥന എത്തിച്ച് സമയം കളയാനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു, മോളെ ഒരു രഹസ്യമെങ്കിലും എത്തിച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, അന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കർത്താവിൻ്റെ മാലാഖ എത്തിച്ചിട്ടു. പരീക്ഷയായതുകൊണ്ട് പരീക്ഷ വരാൻ പോവില്ലേ, മാർച്ച് മാസം 4-ാം തീയതി പരീക്ഷയാണ്. അതുകൊണ്ട് ഡിസംബർ മാസം തുടങ്ങി കൊച്ചിന്, ബാക്കി എല്ലാവരും കൊന്ത ചെല്ലുന്ന 1.5 മണിക്കൂറുണ്ടല്ലോ, കൊച്ച് കർത്താവിൻ്റെ മാലാഖ ചൊല്ലിയിട്ട് മുറിയിലേക്ക് പോയിക്കുക. കുളിക്കാൻ പോകുമ്പോൾ അപ്പം എങ്ങനെയായിരിക്കും? ഭക്ഷണം കഴിക്കുമ്പോൾ സാമ്പാർ മാത്രം കഴിച്ചിട്ട് കൊച്ച് അന്ന് സമയം കളയണ്ട. TV കാണുമ്പോൾ എന്തായിരിക്കും? ആദ്യം എഴുതി കാണിക്കുന്നത് മാത്രം വായിച്ചിട്ട് മൊബൈൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ഫോൺ ഓണാക്കി ഓണായ സന്തോഷത്തിൽ ഓഫാക്കിയിട്ട് പോയിക്കാം. അവർ നിങ്ങളെ കൊല്ലും. പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാത്രം സമയം പോകുന്നതുകൊണ്ട് കർത്താവിൻ്റെ മാലാഖ എത്തിച്ചിട്ട് മോച്ച് മുറിയിൽ പോയിരുന്നു വാതിലടച്ചോ, ശരിക്കും വാതിലടച്ചോ. ഇവിടെ കൊന്തയല്ല, ഞങ്ങൾ പതുക്കെ കൊന്തയല്ല, അപ്പുറത്ത് സ്വരത്തിന് ബുദ്ധിമുട്ട് വേണ്ട. നിന്റെ ചിന്തയിൽ, നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഉള്ളത് എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടാവുമല്ലോ, അതുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇപ്പം പറഞ്ഞതുപോലെ പ്രാർത്ഥന പുറത്ത് നടക്കുമ്പോൾ അകത്ത് കയറി വാതിലടച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതിനെല്ലാം നിനക്ക് സമയമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ നിനക്ക് പ്രാർത്ഥന എത്തിക്കുമ്പോൾ നീ ചിന്തിക്കുകയാണ്. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്താണ്? നിനക്ക് ഒരു തോന്നലുണ്ടാക്കുക,
പ്രാർത്ഥിക്കുന്നത് നഷ്ടമാണെന്ന്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് ഒരു സമയനഷ്ടമാണെന്ന്, അത് ലാഭമില്ലാത്തതാണെന്ന്. അതുകൊണ്ട് എനിക്കും എൻ്റെ പരീക്ഷയ്ക്കും എൻ്റെ വിജയത്തിനും എൻ്റെ ബുദ്ധിക്കും ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല എന്നൊരു തോന്നൽ നിനക്ക് തരുന്നത് ആരുടെ പ്രവൃത്തിയാണ്? മനസ്സിൽ വെച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനം എന്താണ്? നമുക്ക് പരിചയമുള്ള വചനമാണ്. ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എൻ്റെ ബലമെന്ന് പറയുന്നത് പണമല്ലെന്ന്. എൻ്റെ ബലമെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ ഏത് സീറ്റും മേടിക്കും കൊച്ചിനെ പഠിപ്പിക്കാൻ പൈസ കൊടുത്ത് എന്തും മേടിക്കും. ഏത് സീറ്റും നിനക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പണത്തിൻ്റെ ബലത്തിൽ നടന്നിരുന്ന ഒരാൾ കൊച്ചിന് എൻട്രൻസ് ടെസ്റ്റിനൊക്കെ പോകുന്നുണ്ട്, നീറ്റ് പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ച് നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ, നീറ്റ് പരീക്ഷ എഴുതേണ്ട വന്നില്ല, അതിക്ക് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൻ്റെ മൊബൈലിൽ വൈകുന്നേരം ഒരു ഫോട്ടോ കിട്ടി. വൈകുന്നേരമല്ല, പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം ഫോട്ടോ കിട്ടി. പിറ്റേ ദിവസം മകളും അവൻ ആരുടെ കൂടെയാണോ ഇറങ്ങിപ്പോയത് അവനും കൂടെ ഇവള് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്പനെ അമ്മയും കണ്ടപ്പോൾ, ഞങ്ങൾ നാട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ എന്ന്. ഇവിടെ പറയാറുണ്ടോ അത്? നിങ്ങളതിന് മണപ്പുറം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളതിന് ഒരിക്കലും ആലുവ മണപ്പുറത്ത് പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പരിചയം കാണിക്കുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പനെ അമ്മയെയും 18 വർഷം പോറ്റി വളർത്തിയ അപ്പനെ അമ്മയെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല ഇതാരൊക്കെയാണെന്ന്. അപ്പം കയ്യിൽ കാശ് കരുതി വെച്ചിരിക്കുകയാണ്. കൊച്ചിനെ മെഡിസിന് എങ്ങനെയെങ്കിലും നീ ഒരു ഇത്തിരി മാർക്ക് മേടിച്ചാൽ മതി, സീറ്റ് മേടിച്ച് വരാൻ 1 കോടി രൂപ എടുത്തു വെച്ചിരിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് അവിടെ ഇരിക്കുള്ളൂ. കർത്താവാണ് നിന്റെ ബലം. അതുകൊണ്ടാണ് പൗലോസ് എഫേസുകാർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, എഫേസുസ് 6:10, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. നിനക്ക് പവർ വേണോ? നിനക്ക് പവർ വേണമെങ്കിൽ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. നിന്റെ കരുത്ത് കർത്താവിൻ്റെ കരുത്താണെന്ന് ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയേ. നിനക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിച്ച് നീ തളരണ്ടെന്ന്. അല്ലേ, ചില ആളുകൾ തളർന്നൊടിഞ്ഞിരിക്കുകയാണ്, ഒന്നുമില്ലച്ചോ കയ്യില്. നീ തളരണ്ട, കാരണം നിന്റെ ബലം കയ്യിലുള്ളതല്ല, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. യെശയ്യാ 40:29. നിന്റെ തളർച്ചയുടെ കാരണം കർത്താവിനറിയാം. നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ തളർന്നിരിക്കുന്നത്. അതേച്ചോ, ഇന്ന് ആവിലയിലേക്ക് വരാൻ കാശില്ലാത്തത് കൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് 200 രൂപ ലോൺ എടുത്തിട്ടണമെന്ന്. അച്ഛൻ മുറിയിൽ കാണാൻ വന്ന ഒരു സഹോദരിയോട് ചോദിച്ചു, വ്യാഴാഴ്ച വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സഹോദരി പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടച്ചോ. എന്താണ് ബുദ്ധിമുട്ട്? ഇന്ന് തന്നെ വന്നത് ലോണെടുത്ത പൈസയായിട്ടാണ്. വചനം പറയുന്നു, യെശയ്യാ 40:29, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു.
യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. അവർ നടന്നാൽ തളരുകയുമില്ല. പുറകെ വിളിക്കാം, ഈശോയേ, ഈശോയേ. മൂന്നാമതായി നമുക്ക് മാറ്റം വരേണ്ടത്, നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി, ഭൂമിയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിന് രൂപാന്തരീകരണം സംഭവിക്കണം. എന്നിട്ട് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കാൻ ഒരു ത്വരയുണ്ടാകണം. ഈശോയുടെ അടുത്ത് ഓടി വന്ന ഒരു മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെയുള്ള ഇപ്പോഴുള്ള മനോഭാവത്തിന് മാറ്റം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് കാശൊക്കെ ഉണ്ടായിരുന്നു. അവൻ നല്ല കഴുത്തിൽ 5 പവൻ്റെ മാലയും 2 പവൻ്റെ ബ്രേസ്ലെറ്റും അല്ലേ ആൺകുട്ടികൾ ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലിൽ വന്നിട്ടാണ് ഈശോയോട്, പക്ഷെ എളിമയോടുകൂടെയാണ് അവൻ മുട്ടുകുത്തി കമന്നടിച്ച് കിടന്നാണ് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കഴുത്തിൽ എത്ര പവൻ്റെ മാലയാണുള്ളത്? 5.5 പവനുണ്ടാവും. ഓക്കെ, ശരി, അത് ഊരി നീ പാവങ്ങൾക്ക് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. വന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അത് അവള് എൻഗേജ്മെൻറ്റ് നടത്തിയപ്പോൾ തന്ന ആണ്, അത് ആർക്കും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ശരി, നീ ഇട്ടോ. നിൻ്റെ കയ്യിൽ കിടക്കുന്ന അത് കല്യാണത്തിൻ്റെ സമയത്ത് അമ്മായിയമ്മ കെട്ടിത്തന്നതാണ്. അപ്പം അമ്മായിയമ്മമാർ കെട്ടിക്കൊടുക്കുന്നത് അല്ലേ, കല്യാണത്തിൻ്റെ സമയത്ത് മരുമകന് കെട്ടിക്കൊടുക്കുന്നത് എന്താണ്? ബ്രേസ്ലെറ്റ് ഇവിടെ അല്ലേ. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പം മറ്റേ സ്ഥലം 10 ഏക്കർ അത് അമ്മായിയപ്പൻ കല്യാണം. അപ്പം നിൻ്റെ സ്വന്തമായിട്ടൊന്നും ഇല്ലേ? ഒന്ന് ഭാര്യ എന്ന്, ഒന്ന് അമ്മായിയമ്മ എന്ന്. അമ്മായിപ്പ എന്തായാലും നിനക്കുള്ളതൊക്കെ നീ ഒരു കാര്യം ചെയ്യ. ഈശോ പറഞ്ഞു, നീ പോയി ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്ക്. അവൻ സങ്കടത്തോടെ തിരികെ പോയി. അവൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അവൻ്റെ സെക്യൂരിറ്റി, അവൻ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനോട് ഈശോ പറഞ്ഞു, നീ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നാലാമതായി, ഭൂമിയിൽ സ്വരുക്കൂട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോട്, അക്യൂമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോട് ഈശോ പറഞ്ഞു, നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുക. മേലങ്കി, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും, അപ്പോൾ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. കരമടിച്ച് കർത്താവിന് നന്ദി പറയുക. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾക്കുള്ളത് കുറച്ചൊന്ന് പങ്കുവെച്ചു. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ സ്നേഹസമർപ്പണം സ്വീകരിച്ചത് വെമ്പുവായിലുള്ള തെരേസാ ഭവന് വേണ്ടിയായിരുന്നു. 50,000 രൂപയുടെ അടുത്ത് നമുക്കത് കൊടുക്കാനായിട്ട്, കുറച്ച് പൈസ അതിന് കുറവുള്ളൂ, കൊടുക്കാനായിട്ട് സാധിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയാണ്, നീ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക. നീ അക്യൂമുലേറ്റ് ചെയ്യാവുന്നവനാകാതെ നീ പങ്കുവെക്കുന്നവനാകുക എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും അടുത്ത ആഴ്ചയിലുമൊക്കെ അച്ഛൻ നിങ്ങൾക്ക് മറ്റൊരു സൗകര്യം ചെയ്തു തരികയാണ്. അതായത് ഇന്നും അടുത്ത ആഴ്ചയും എൻ്റെ പിന്നത്തെ ആഴ്ചയും നിങ്ങൾ തരുന്ന സ്നേഹസമർപ്പണം നമ്മൾ ഒറീസയിൽ, അച്ഛൻ 24-ാം തീയതി രാത്രി സണ്ണിച്ചേട്ടനും അച്ഛനും കൂടി ഒറീസയിലേക്ക് പോവുകയാണ്. അപ്പോൾ ധ്യാനമുണ്ട്, 7 കൺവെൻഷനുകളുണ്ട്. എപ്പോൾ തിരിച്ചു വരുമെന്ന് അപ്പം പറയാം. 22-ാം തീയതി പറയാം.
25 ദിവസത്തെ ശുശ്രൂഷയാണ്. 20-ാം തീയതി തിരിച്ചു വരും. മാർച്ച് 20-ാം തീയതി, ഫെബ്രുവരി 25-ാം തീയതി പോയിട്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതിൻ്റെ ധ്യാന ശുശ്രൂഷകൾക്കും അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇന്നും അടുത്ത ആഴ്ചയൊക്കെ സ്നേഹസമർപ്പണം ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന കൺവെൻഷനുകളാണ്. അതിൽ 5 ദിവസം കൺവെൻഷനുള്ള സ്ഥലമുണ്ട്, 3 ദിവസമുള്ള, അങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന് തുടങ്ങി അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. റീസയിലെ നമ്മുടെ ശുശ്രൂഷ അച്ഛൻ, നിങ്ങൾക്കറിയാം, അച്ഛൻ കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തി തിരിച്ചു വന്നിട്ട് ആ ഒറിയ ബൈബിള് വെച്ചോടുത്തിരിക്കുകയാണ്. അതിലൊരു അക്ഷരം പോലും തുറന്നു നോക്കിയിട്ടില്ല. ഭാഷ എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് ട്രെയിനിലിരുന്നാണ് വീണ്ടും ഒറിയ ഭാഷ ട്രെയിനിലിരുന്നാണ് ഒരു ദിവസം പഠിച്ച് വീണ്ടും ധ്യാനം കൺവെൻഷൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതിനു വേണ്ടി കർത്താവിൻ്റെ അഭിഷേകം, ഒറിയ ഭാഷയിൽ തന്നെയുള്ള ധ്യാനമാണ്. അച്ഛൻ ഒറിയ ഭാഷ അറിയാം, അച്ഛൻ ഒറിയ ഭാഷയിലാണ് പ്രീച്ച് ചെയ്യുന്നത്. നമ്മൾക്ക് ഒറിയ ഭാഷയിൽ നമ്മളിവിടെ പാടുന്നത് പോലെ തന്നെയുള്ള പാട്ടുകളും സ്തുതിപ്പുകളും ഒക്കെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു കഴിഞ്ഞ വർഷം 15,000 പേരായിരുന്നു 5 ദിവസത്തെ കൺവെൻഷന് 5 ദിവസം താമസിച്ച് ധ്യാനം കൂടിയത്. കൈയടിച്ച് കർത്താവിന് നന്ദി. 15,000 പേർക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ട്. പന്തലിലും പന്തലിൻ്റെ പുറത്തുമൊക്കെ ആയിട്ട് എവിടെ വേണേലും ആളുകൾക്ക് കിടക്കാം. ആരും ചോദിക്കില്ല നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നതെന്ന്. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരാളുടെ മീതെ വേറെ 2-3 പേര് കൂടെ കയറി കിടന്നാലും ആരും ചോദിക്കില്ല എന്താ എൻ്റെ മീതെ കയറി കിടക്കുന്നതാണ്. ഹല്ലേലൂയ. പള്ളിയുടെ അകത്ത് കിടന്നാലും സാക്രിസ്റ്റിയുടെ അവിടെ വന്ന് കിടന്നാലും ഇവിടെ വേണേലും ആർക്ക് വേണേലും കിടക്കും. അപ്പോൾ അങ്ങനെയാണ് അവിടെയുള്ള ധ്യാന ശുശ്രൂഷകൾ. നമുക്ക് താമസിക്കാൻ സ്ഥലമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം 3 നേരം കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം. ചോറിൻ്റെ കൂടെ ഒരു ചാറ് ഉണ്ടാകും. ചാറിൽ എന്തെങ്കിലും കഷ്ണമുണ്ടോ എന്ന് നോക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ചാറിൽ പരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ പരിപ്പ് ചാറെന്നാണ് വിളിക്കാറ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളതിന് വേണ്ടിയിട്ട് ആ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടി അച്ഛന് വേണ്ടിയും സണ്ണിച്ചേട്ടന് വേണ്ടി അവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്വരുക്കൂട്ടി വെക്കുന്ന, നമുക്ക് വേണ്ടി തന്നെ കൂട്ടിക്കൂട്ടി വെക്കുന്ന മനോഭാവത്തിന് മാറ്റം വരുന്നതിനെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രൂപാന്തരീകരണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച അച്ഛൻ 5-ാമത്തെ ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. സമയം എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്. സമ്പത്തിനെ കുറിച്ച് ചില ആളുകൾക്കുള്ള മനോഭാവം ഇത് ഇപ്പോൾ തന്നെ ഇരട്ടിയാകണം എന്ന മനോഭാവമാണ്. നിങ്ങൾക്കുള്ളത് ഈ 1 മാസം കൊണ്ട് ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നതിൻ്റെ ചില കഥകൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ളത് 1 മാസം കൊണ്ട് ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പിറ്റേ മാസം അയാൾക്ക് 25,000 രൂപ പലിശ കിട്ടി. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. കയ്യിലുള്ള കാശ് കൂടി വരുന്നതിനുള്ളൊരു മാർഗമാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. ഒരാൾ 1,00,000 രൂപ ഏതോ ഒരു ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിറ്റേ മാസം അയാൾക്ക് എത്ര രൂപ പലിശ കിട്ടി? 25,000 രൂപ പലിശ കിട്ടി. അതിനോടുകൂടെ പറഞ്ഞു, ഇനിയും ഇത് പലിശയാണ്, അപ്പോൾ ഇനിയും വേറെ പൈസ ഉണ്ടെങ്കിൽ ഈ സ്കീം ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യും. ഇനിയും പൈസ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസം കൊണ്ട് എൻ്റെ 1,00,000 രൂപ 1,25,000 ഇയാൾ ഭാര്യയോട് പറഞ്ഞു, എടി ഈ സ്കീം 2 മാസം കൊണ്ട് ക്ലോസ് ചെയ്യും, വല്ലതും ബാക്കിയിരിക്കുന്നുണ്ടോ? കുടുംബശ്രീയിൽ നിന്ന് വേണമെങ്കിൽ ലോൺ എടുത്തോ, നിൻ്റെ സ്വർണം വേണമെങ്കിൽ വിറ്റോ. അങ്ങനെ സ്വർണം വിറ്റു, പണയം വെക്കല്ലോ, ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ആളുകൊണ്ട് എല്ലാം തിരിച്ച് മേടിക്കാമല്ലോ. അപ്പോൾ സ്കീം ക്ലോസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അവർ 3,00,000 രൂപ കൂടെ ഇട്ടു. 3,00,000 രൂപയ്ക്ക് ഇവർക്ക് പിറ്റേ മാസം എത്ര? മൊത്തം 3,00,000 ആയി. 75,000 രൂപ പലിശ കിട്ടി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അപ്പോൾ ഇവർ കൊണ്ടുപോയി ഇവരുടെ വീടൊക്കെ പണയം വെച്ചിട്ട് കുറച്ച് പൈസ ലോൺ ബാങ്കിൽ നിന്ന് നിസ്സാര പലിശയല്ലേ ഉള്ളൂ, 10% 18% പലിശ എടുത്താലും കുഴപ്പമില്ല. ബാങ്കിൽ നിന്ന് ഇതൊക്കെ വെച്ച് ലോൺ എടുത്തു കൂട്ടുകാരുടെ അടുത്തുനിന്ന്. അതാണ് ട്രാജഡി. കൂട്ടുകാരുടെ അടുത്തുനിന്ന് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപ 10-15 ലക്ഷം രൂപ ഇവർ കൊരുക്കൂട്ടി കൊടുത്തു. അപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ 1,25,000 കൊടുത്തുവെങ്കിൽ 10 ലക്ഷത്തിന് 3 ലക്ഷം രൂപ കൊടുത്തപ്പോൾ 75,000 രൂപ കിട്ടി. ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ 2.5 ലക്ഷം രൂപ പലിശയായിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നത് 31-ാം തീയതി വൈകുന്നേരം രാത്രി 12 മണിക്ക് 12 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആകുമ്പോൾ അത് വരും. 1-ാം തീയതി വരും. അപ്പോൾ അത് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. 2.5 ലക്ഷം രൂപ പലിശയായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത്, അങ്ങോട്ട് കൊടുക്കുന്നല്ല. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 12:30 ആയിട്ടും വന്നിട്ടില്ല. നേരം വെളുക്കുമ്പോൾ വരുമായിരിക്കും ചേട്ടാന്ന് പറഞ്ഞ് ചേച്ചി കിടക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു 3-4 മാസമായി ആ 2.5 ലക്ഷം രൂപയും വന്നിട്ടില്ല, 10 ലക്ഷം മുതലും ഇല്ല. ഇപ്പം അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു കമ്പനിയും ഇല്ല. ഈ മുറിയുടെ അപ്പുറത്തൊരു മുറിയില്ലേ, അറിയോ നിങ്ങൾക്ക്? അച്ഛൻ്റെ മുറി. അവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞ, പത്രത്തിൽ വായിച്ചല്ല, പെട്ടെന്ന് അർഹതപ്പെടാത്തത് പെട്ടെന്നുണ്ടാക്കണമെന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട് പണത്തെക്കുറിച്ച് മനുഷ്യന്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അങ്ങനെ ഒരു മനോഭാവത്തിൻ്റെ സൂചനയുള്ള ഒരു പാസേജ് അച്ഛൻ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ഒരു സദ്യക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ വിളിക്കപ്പെട്ടവരിൽ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഉച്ചക്ക് ഊണിന് വരാൻ പറ്റില്ല. എന്താണ്? ഇപ്പം തന്നെ വയൽ പോയി കാണേണ്ടിയിരിക്കുന്നു. അത് കണ്ടിട്ട് ഇപ്പം തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം തന്നെ കച്ചവടം നടക്കുമോ, വേറെ ആർക്കെങ്കിലും മറിച്ചു വെക്കുമെന്ന് ഇപ്പം തന്നെ നടക്കുമെന്ന് നോക്കാൻ പോകണം. കാത്തിരിക്കുക. ചേട്ടാ ഭക്ഷണം കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയാൽ പോരെ? ഇപ്പം പോകണം. ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇപ്പം പോകണം. വേറൊരാൾ പറഞ്ഞു, ഞാൻ കാളകളെ പരീക്ഷിക്കാൻ പോകുന്നു. എനിക്ക് അത് കാളകളെ വൈകുന്നേരം നോക്കിയാൽ പോരെ, ഇപ്പം തന്നെ പരീക്ഷിക്കണം. അപ്പോൾ കാത്തിരിക്കാൻ സമയമില്ലാത്ത ചില മനുഷ്യരോട് ദൈവം പറയുകയാണ്, അതിൻ്റെതായ വളർച്ചയുടെ സമയമുണ്ട്. വിതക്കാരൻ വിത്ത് വിതച്ചിട്ട് പുറത്തു കിടന്ന് ഒച്ചയെടുത്ത വിത്ത് മുളക്കോ? വിത്ത് മുളയ്ക്കാൻ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് കർഷകനറിയാം. റബ്ബർ ചെടി നട്ടിട്ട് പിറ്റേ ആഴ്ച തന്നെ ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുമോ? ബക്കറ്റായിട്ട് പോവുകയാണ്, കത്തിയായിട്ട്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നട്ടിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചില പിള്ളേരുടെ പോലെയാണ്. നട്ടത് കപ്പ നട്ടിട്ട് പിറ്റേ ആഴ്ച എന്തോരായെന്ന് പൊക്കി നോക്കുന്ന പിള്ളേരുടെ പോലെ. ഹല്ലേലൂയ. 6-ാമതായിട്ട് പ്രിയപ്പെട്ടവരെ, അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നത് ഇതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞു വന്നത്. 6-ാമതായിട്ട് നിക്ഷേപതന്ത്രങ്ങൾ മാറണം. എന്താണ് നിക്ഷേപതന്ത്രം? നമ്മുടെ നിക്ഷേപതന്ത്രം എങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ കൊയ്തെടുക്കാമെന്നാണ് നമ്മുടെ നിക്ഷേപതന്ത്രം. എവിടെ ഇട്ടാൽ ഏറ്റവും വേഗത്തിൽ കിട്ടും എന്നാണ് നമ്മുടെ നിക്ഷേപതന്ത്രം. ഈശോ ഒരു നിക്ഷേപതന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്, ഒരു നിക്ഷേപതന്ത്രം. എങ്ങനെയാണ് ആ നിക്ഷേപം? ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ച് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്കല്ല, നിങ്ങൾക്ക് തന്നെ കിട്ടും. എങ്ങനെയുണ്ട്? അതൊരു നിക്ഷേപതന്ത്രമാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപതന്ത്രം. കാലം മാറുമ്പോൾ കോലം മാറുന്ന തന്ത്രമല്ല.
ഈ തന്ത്രം എങ്ങനെയാണ്? ഞാൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ വസ്ത്രമില്ലാത്തവനെ കണ്ടു, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തു. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എപ്പോ തിരിച്ചു കിട്ടും? നീ മരിച്ച് നിത്യവിധിയിൽ നിന്നോട് ദൈവം പറയും, ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു എന്ന് പറഞ്ഞ് നിനക്ക് സ്വർഗം തിരിച്ചു തരുന്ന ഒരു കൊടുത്ത ഒരു ചോറിന് പകരം നിനക്ക് തിരിച്ച് സ്വർഗം കിട്ടുന്ന ഒരു നിക്ഷേപതന്ത്രം. കൊടുത്ത ഒരു ജോഡി വസ്ത്രത്തിന് പകരം നിനക്ക് തിരിച്ച് സ്വർഗം കിട്ടുന്ന നിക്ഷേപതന്ത്രം. നീ കൊടുത്ത കിടക്കാൻ ഒരിടം കൊടുത്തതിന് പകരം നിനക്ക് കിടക്കാൻ സ്വർഗം കിട്ടുന്ന ഒരു നിക്ഷേപതന്ത്രമാണ് മത്തായിയുടെ സുവിശേഷം 25:35 മുതലുള്ള തിരുവചനങ്ങൾ. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപമാണ്. നിത്യവിധിയിൽ എനിക്കെന്തെങ്കിലും ഉണ്ടാകണം. പത്രോസ് പറഞ്ഞു ദീർഘകാല വീക്ഷണം. പത്രോസ് പറഞ്ഞത് 2 പത്രോസ് 3:10 മുതൽ 18 വരെ, കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. ദൈവഭക്തിയോടെ ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. കാരണം അവിടുത്തെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം കാത്തിരിക്കുന്നു. നിനക്കൊരു പുതിയ ആകാശം കിട്ടുന്ന നിക്ഷേപം, നിനക്ക് ഒരു പുതിയ ഭൂമി കിട്ടുന്ന നിക്ഷേപം. ഹല്ലേലൂയാ. കളങ്കവും കറയുമില്ലാത്തവരായി കാണപ്പെടുന്നതിനുള്ളൊരു നിക്ഷേപം. അതുകൊണ്ട് പറയാണ്, ദീർഘക്ഷമയുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരൊരു 3 കൂടി ഉണ്ട്. അച്ഛൻ ഇവിടെ വെച്ച് നിർത്തുക. ഉള്ളത് പങ്കുവെക്കുമ്പോഴാണ് നമുക്കത് ഉണ്ടാകുന്നത്. അച്ഛൻ നിങ്ങൾക്കറിയാം, 2 ആഴ്ച മുമ്പ് ദുബായിൽ പോയപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് വിജനമായൊരു പ്രദേശത്തൂടെ ഏകദേശം ശുശ്രൂഷ കഴിഞ്ഞ് നടന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ താമസിച്ച സ്ഥലത്തേക്ക് ഏകദേശം 150 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് രാത്രി 10-11 മണിയായപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. ഒരു ചപ്പാത്തിയും കുറച്ച് പച്ചക്കറി വെജിറ്റബിൾ കുർമയും ഓർഡർ ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള 3 പിള്ളേർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അവർ ഇരിട്ടിക്കാരാണ്. അവിടെ 2 പേര് വെയിറ്റർമാരായിട്ട് ജോലി ചെയ്യുന്നവർ, ഒരാൾ ഷെഫായിട്ട് ജോലി ചെയ്യുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, അച്ഛൻ ഇവിടെ മീൻ നല്ല മീനാണ്, മീൻ കഴിക്കുന്നു പറഞ്ഞു. അപ്പം അച്ഛന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിള്ളേരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നാൽ ശരി മീൻ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ ഉള്ളു കത്തി. ഇവർ നമ്മളെ ചതിച്ചല്ലോ എന്ന് തോന്നി. കാരണം വലിയൊരു മീൻ ഗ്രില്ല് ചെയ്ത് അല്ലേ. അപ്പോൾ ഇങ്ങനെ മുഴുവനത്തോടു കൂടെ കൊണ്ടുവന്ന് വെച്ചു. അച്ഛനപ്പോൾ പെട്ടെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ബില്ലൊക്കെ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇവർ നിർബന്ധിച്ചിട്ടാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞതല്ലേ, എന്നാൽ പോരട്ടെ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ ഭാരം വെക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ അത് കൊണ്ടുവന്നത് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ബില്ല് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബില്ല് കൊടുക്കാനുള്ളവർ പറഞ്ഞു, നിങ്ങളുടെ ബില്ല് പേ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ സെയിൽസിൽ നിന്നായി കുട്ടികൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ ബില്ല് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. കൈയടിച്ച് കർത്താവ്, അത് ഞങ്ങളുടെ ഒരു അഭിമാനമാണെന്ന് പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് ഇത് ഓർക്കാൻ കാരണം, നമുക്കുള്ളത് നമ്മൾ എങ്ങനെയാണ് കൂട്ടിവയ്ക്കേണ്ടത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇല്ലായ്മയിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ മക്കൾ വിദേശത്തൊക്കെ ഹോട്ടലിൽ ചെറിയ പൈസക്കൊക്കെ പണിയെടുത്ത് അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അവരൊരു ചായ പോലും കുടിക്കാതെ അവരൊരു എക്സ്ട്രാ ചെലവും പോലും നടത്താതെ ശേഖരിച്ചു വയ്ക്കുമ്പോൾ ഇതാ ഈ കൊടുക്കുന്നതിനുള്ള ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിനുള്ള ഈ ഉദാരത കാണിക്കുന്ന ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ അച്ഛൻ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമായതുകൊണ്ട് അച്ഛൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സുവിശേഷമായിട്ട് മാറുന്നത്. കണ്ടോ, ആ മക്കളുടെ പ്രവൃത്തി അൾത്താരയിൽ നിന്ന് പ്രഘോഷിക്കപ്പെടാൻ കർത്താവ് ഇടവരുത്തിയുണ്ടോ? കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ.
നമ്മൾ അച്ഛനത് പറയണമെന്ന് കരുതിക്കൂട്ടി വന്നതല്ല, പെട്ടെന്ന് യേശു അത് തോന്നിപ്പിച്ചോണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്